തന്നെ തിരിച്ചു വിളിക്കുകയാണ്. ഇവർ പറയും സ്ക്രൂ ഒന്നും ഇല്ലല്ലോ, നിങ്ങൾ പിന്നെ അഴിച്ചതല്ലേ, ഇതിന് ഇനി വാറണ്ടി എങ്ങനെ തരാനാ? എനിക്കിപ്പോഴും മനസ്സിലാകാത്ത കമ്പനി എന്തുകൊണ്ട് നമുക്ക് ചെയ്തു തരുന്നില്ല. അതോ കമ്പനി നമ്മളെ പറ്റിക്കാൻ വേണ്ടിയാണ്, അതോ ഒരു 3 വർഷം കഴിയുമ്പോൾ ഇത് മാറണം. 2 സ്ക്രൂ ബാക്കിയുള്ള പിന്നെ ആയിട്ട് ഞാൻ ഇടണം. ഇതിനകത്തുള്ള വല്ലതൊക്കെ ഉണ്ടോ ഇല്ലെന്ന് ഞാനിപ്പോൾ എങ്ങനെ അറിയുന്നത്? ഇത് മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. വേറൊന്നും കൊണ്ടല്ല, ഈ ഒരു പണി ആർക്കും കിട്ടാൻ പാടില്ല, അതുകൊണ്ട് മാത്രം. നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്ന് എനിക്ക് ഒരു ചെറിയ വിഷമമായിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഞാൻ ഇന്ന് കുറച്ച് ഒരു എന്താ പറയുന്നത്, ഞാൻ ഫുള്ളി ഓക്കെ അല്ല. എനിക്ക് ശരിക്കും ഒരു ബുദ്ധിമുട്ട് തോന്നിയൊരു കാര്യം കൊണ്ട് നിങ്ങളോട് ഞാനൊന്ന് ഷെയർ ചെയ്യുകയാണ്. അത് വേറൊന്നും കൊണ്ടല്ല, കാരണം നിങ്ങൾക്ക് നാളെ ഈ ഒരു പണി കിട്ടല്ലേ എന്ന് തന്നെ ഞാൻ എപ്പോഴും എടുത്തു പറയാം. അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ മേടിച്ചൊരു പ്രോഡക്റ്റിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു സർവീസ് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നൊരു വാഹനം റിലേറ്റഡ് ആയിട്ടൊരു കാര്യമല്ല. പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾക്കൊരു പണി കിട്ടാൻ പാടില്ല. ഇത് കാണുന്ന ഒരാൾക്ക് പോലും ഈ ഒരു ബുദ്ധിമുട്ട് ഇനി മുമ്പിലോട്ട് ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ മേടിക്കുന്ന ഒരു കാര്യത്തിൽ കൃത്യമായിട്ടുള്ള സർവീസ് കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക മാത്രമല്ല, നിങ്ങൾക്ക് ഈ പണി കിട്ടാൻ സാധ്യതയുണ്ടോ എന്നും കൊണ്ടൊന്ന് മനസ്സിലാക്കുക. കാരണം എനിക്ക് ശരിക്കും ബുദ്ധിമുട്ട് തോന്നിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പോസ്റ്റ് ചെയ്യുന്നത്. പല കാര്യങ്ങളും നമ്മൾ കാണുന്നു, കേൾക്കുന്നു, പറഞ്ഞ് നമ്മളത് വിടുന്ന ഒരു കേസാണ്. പക്ഷേ എനിക്ക് ശരിക്കും ബുദ്ധിമുട്ട് തോന്നിയൊരു കാര്യമാണ്. വേറൊന്നുമല്ല, ഞാൻ ഒരു വാഷിംഗ് മെഷീൻ മേടിച്ചു ഒരു 2.5 വർഷം മുമ്പ് ഞാൻ ചെയ്തൊരു വീഡിയോ ഉണ്ട്, പലർക്കും കണ്ടിട്ടുണ്ടായിരിക്കും, കുറച്ചുപേരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞ ദിവസം. അതിൻ്റെ ഡ്രമ്മിനൊരു കംപ്ലയിൻറ്റ് വന്നു. ആ ഡ്രമ്മിൻ്റെ കംപ്ലയിൻറ്റ് കാരണം ഞാൻ അവരെ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വാറണ്ടി പീരീഡിലാണ്. സന്തോഷമായി. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറണമെന്നുണ്ടെങ്കിൽ ഒരു 9,000 രൂപയോളം വരുന്നതാണ്. ഓക്കെ, എന്നാൽ അത്രയും രൂപ മുടക്കണ്ടല്ലോ, ഫ്രീ ആയിട്ട് നമുക്കത് മാറി കിട്ടുമല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് ഞാൻ അവരെ വിളിച്ചു. അവർ വന്നു, ചെക്ക് ചെയ്ത് നോക്കി എന്നോട് പറഞ്ഞു ഡ്രമ്മ് മാറണം, ഡ്രം അവർ ഓർഡർ ചെയ്തോളാം. വെരി ഹാപ്പി. നല്ലൊരു സർവീസാണെന്ന് എനിക്ക് ആദ്യം തോന്നി. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സാധനം എത്തിയിട്ടുണ്ട്, ഞാൻ എവിടെയാണ് വരേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ കഴിഞ്ഞ ദിവസം വന്ന സ്ഥലം തന്നെ, അപ്പം ഇത് വേറെ ആളാണെന്ന് പറഞ്ഞു. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരു കുഴപ്പമില്ല. ഞാൻ ലൊക്കേഷനൊക്കെ പറഞ്ഞു കൊടുത്ത് അവർ വന്നു. വലിയ കാര്യത്തിൽ അഴിക്കുന്നു. 2 പിള്ളേർ സെറ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുന്നത്, വലിയ പ്രായമില്ലാത്ത കുഞ്ഞു പിള്ളേർ. എനിക്ക് തോന്നുന്നു അവർക്ക് പണി അറിയുമെന്ന് തന്നെ സംശയം ഉണ്ടായിരുന്നു. ഏതായാലും വന്ന് പാടെ എല്ലാം അഴിച്ചു. അഴിക്കുന്ന സമയത്ത് പല ടൂൾസും ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ നിന്നൊക്കെയുള്ള ടൂൾസൊക്കെ എടുത്തു കൊടുത്തു. ഇവരിതെല്ലാം അഴിച്ചു. ഇതിന് വ്യത്യാസമുണ്ട്. അതായത് ഇത് 8 കിലോയുടെയാണ്. സാധാരണ ചെറിയ വാഷിംഗ് മെഷീനൊക്കെ പെട്ടെന്ന് അഴിക്കാം, ഇത് ഇച്ചിരി ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, കുഴപ്പമില്ല. അതിനുശേഷം അവർ ആ ഡ്രമ്മ് മാറാൻ വേണ്ടി അതിൻ്റെ പ്ലാസ്റ്റിക് എല്ലാം അഴിക്കുന്നത്, ഈ കാണുന്ന പോലെ പ്ലാസ്റ്റിക് എല്ലാം അഴിക്കുന്നു. ഇതെല്ലാം അഴിച്ച് പറിച്ച് കഴിഞ്ഞിട്ട് ഇതിനകത്തൊരു ബെയറിങ് മാറാൻ വേണ്ടിയിട്ടാണ് പിന്നെ സമയം. അതായത് തല്ലിപ്പറിച്ചിട്ട് ഇത് ഊരിപ്പോരുന്നില്ല. അപ്പുറത്ത് ബാക്കിൽ കൂടെ ചെയ്യുന്നു, ഫ്രണ്ടിൽ കൂടെ അത് അടിച്ചിറക്കാൻ നോക്കുന്നു, രക്ഷയില്ല. കാരണം നമുക്കറിയാം, ഞാൻ ഈ ഒരു ഫീൽഡായതുകൊണ്ട്, ഒരു ഓട്ടോമൊബൈൽ ഫീൽഡായതുകൊണ്ട് എനിക്കറിയാം, ബെയറിങ്ങിനിട്ട് നമ്മളൊരു ഒരുപാട് തവണ അല്ലെങ്കിൽ നമ്മൾ കുറച്ചെങ്കിലും ഒരു ഇമ്പാക്റ്റ് കൊടുക്കുകയാണെങ്കിൽ ബെയറിങ്ങിൻ്റെ പ്രശ്നം എന്താണെന്ന് പറയുക, സ്റ്റക്കായി പോകും. ഇനി അറിയാൻ മേലാത്തവർക്ക് ഞാൻ പറഞ്ഞു തരാണ്, ഒരു കാരണവശാലും ബെയറിങ് നമ്മൾ അടിച്ച് കയറ്റാൻ പാടില്ല. അത് ശരിക്കും പറഞ്ഞാൽ പുള്ളറിന് വലിച്ചു ഊരാൻ പ്രസ് ചെയ്ത് വേണം, അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ് കൊടുത്ത്, അതായത് ഹാർഡ് ഇമ്പാക്റ്റ് അല്ല, പ്രസ് ചെയ്ത് വേണം ഒരു ബെയറിങ് ഇൻസേർട്ട് ചെയ്യാൻ. ഇതുവരെ ചെയ്യുന്നതിൻ്റെ കാര്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഊരിയെടുക്കാൻ വേണ്ടി തല്ലി ഊരുന്നു. രണ്ടാമത് പിന്നെ ഒരു പുതിയ ബെയറിങ് ഏതൊക്കെയോ രീതിക്ക് ഊരിയെടുത്തു, എന്നിട്ട് പുതിയ ബെയറിങ് അതും അടിച്ചാണ് ഇട്ടത്. അങ്ങനെ അടിച്ചിട്ടതിന് ശേഷം ഈ ബെയറിങ് കറങ്ങുന്നില്ല. ആസ് യൂഷ്വൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും, ഇവർ സാംസങ്ങിൻ്റെ സ്റ്റാഫാണ്, ഓർക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ഇന്നിപ്പം ഏതായാലും അവരുടെ സാധനം വേറെ ബെയറിങ് ഇല്ല, ഈ ബെയറിങ് കറങ്ങുന്നില്ല, നാളെ ബെയറിങ് കൊണ്ടുവരാം. ഓക്കെ, നോ പ്രോബ്ലം, പ്രശ്നമില്ല, വിളിച്ചിട്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, അതും പ്രശ്നമില്ല. അപ്പോൾ ഞാനിവിടെ വീട്ടിൽ ഇരുന്ന സമയത്ത് ഇന്ന് രാവിലെ അവർ വന്നു കഴിഞ്ഞിട്ട്, ഇന്ന് രാവിലെ വേറെ 2 ആൾക്കാർ വന്നിട്ട് പറഞ്ഞു വാഷിംഗ് മെഷീൻ നന്നാക്കേണ്ട വീടുന്നല്ലേ. യെസ്, ഇത് തന്നെയാണ്. എന്നാൽ ഓക്കെ, എവിടെയാണ് ഞങ്ങളത് നന്നാക്കാൻ വന്നത്? അപ്പോൾ ഞാൻ പറയും ഇന്നലെ വന്ന ആൾക്കാർ, അവർ വേറെയാണ്, അവർ പോയി, ഇന്നിപ്പം ഞാനാണ് ഡ്യൂട്ടി. ഓക്കെ, നോ പ്രോബ്ലം, നമുക്ക് അതിലൊന്നും ഒരു പ്രശ്നമില്ല. ആര് ചെയ്താലും നമുക്ക് വർക്ക് പെർഫെക്റ്റ് ആവണം. ഇവരും വന്നു, അതുപോലെ തന്നെ തല്ലി ഊരി അടുത്ത തിരിച്ച് കയറ്റി എല്ലാം സെറ്റാക്കി. അപ്പോൾ ഞാനൊന്ന് ഒരു ആവശ്യത്തിനൊന്ന് പുറത്തോട്ട് പോയി. ഞാൻ വീട്ടിലില്ലായിരുന്നു, ഫാദറിനെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. പപ്പയും വലിയ കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല. ഇതെല്ലാം കഴിഞ്ഞ്, കാരണം എന്താണെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ അവർ ഒരു സാംസങ്ങിൻ്റെ സ്റ്റാഫാണ്, ആ സാംസങ്ങിൻ്റെ സർവീസിലെ സ്റ്റാഫാണ്. മെഷീൻ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടെന്ന് ഞാൻ പറയത്തില്ല, കാരണം പെർഫെക്റ്റ്, എനിക്ക് ഇത്ര നാളത്തെ ഒരു അനുഭവം വെച്ച് പെർഫെക്റ്റ് ആണ്. പക്ഷേ ആഫ്റ്റർ സർവീസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു സർവീസിൻ്റെ കാര്യം വരുമ്പോഴാണ് നമ്മളിത് പഠിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇവർ വന്നു, ഈ സംഗതി എല്ലാം ഫിറ്റ് ചെയ്തേച്ചും ഓക്കെ എല്ലാം റെഡിയാന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു വരുമ്പോൾ ഇവർ ഇറങ്ങുക, അതായത് എല്ലാം കഴിഞ്ഞു ഞങ്ങൾ ഇറങ്ങുകയെന്ന് പറഞ്ഞു. ഓക്കെ, ശരി പോക്കോ എന്ന് പറഞ്ഞ് ഞാൻ ആ വാഷിംഗ് മെഷീൻ അവർ വെച്ചിരിക്കുന്ന രീതിക്ക്, അതിൻ്റെ പ്രോപ്പറായിട്ടൊരു രീതിക്ക് തിരിച്ചു വെച്ചപ്പോഴേക്കും പുറകിലാകപ്പാടെ 2 സ്ക്രൂ, ബാക്കി സ്ക്രൂ ഒന്നുമില്ല. ഞാൻ അതേ കാണിച്ചു തരാം. സാംസങ്ങിൻ്റെ പണി തീർന്നു കഴിഞ്ഞുള്ള അവസ്ഥയാണ്. അതെ, 1, 2, 3, 4 സ്ക്രൂ ഇട്ടിട്ടില്ല, ആകപ്പാടെ 2 സ്ക്രൂ ഇട്ടിട്ടുണ്ട്. ഇത് ടൈറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ അവസ്ഥ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. കണ്ടോ? ഏതായാലും സാംസങ്ങിൻ്റെ സർവീസ് അടിപൊളിയാണ് കേട്ടോ.
ഇനിയിപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ഇടാനുണ്ടെന്നുള്ള ഒരു ഐഡിയ നമുക്കിപ്പോൾ നിലവിലില്ല. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലായി. 2 സ്ക്രൂവിലാണ് ബാക്കിലത്തെ നിന്ന് മേളത്തെ സ്ക്രൂ ഇട്ടിട്ടുമില്ല. ഞാൻ അവരെ അന്നേരം വിളിച്ചു, സ്ക്രൂ ഇട്ടിട്ടില്ല. അത് 2 സ്ക്രൂ നേരത്തെ അഴിച്ച ആൾക്കാർ എവിടെ വെച്ചെന്ന് അറിയത്തില്ല, ഞാൻ ഓഫീസിൽ പോയി എടുത്തുകൊണ്ട് വരാം. ഞാൻ പറയുന്നത് നിങ്ങൾ എന്നോട് പറഞ്ഞില്ല. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, കുഴപ്പമില്ല. അവർ വന്നപ്പോഴേക്കും ഞാൻ അവരോട് ചോദിച്ചു എന്ത് പരിപാടിയാണ് നിങ്ങൾ ചെയ്യുന്നത്, ഇതിനകത്തുള്ള സ്ക്രൂസൊക്കെ നിങ്ങൾ ഇട്ടിട്ടുണ്ടോ എന്ന് എന്താണ് ഉറപ്പ് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ, വേണമെങ്കിൽ നിങ്ങൾ അഴിച്ചു നോക്കിക്കൊള്ളാനാണ് പറയുന്നത്. അതായത് അങ്ങനെയാണോ ഒരു കസ്റ്റമറോട് പറയേണ്ടത്? 1, 2 സ്ക്രൂ, ബാക്കിയുള്ള പിന്നെ ആയിട്ട് ഞാൻ ഇടണോ? ഇതിനകത്തുള്ള വല്ലതൊക്കെ ഉണ്ടോ ഇല്ലെന്ന് ഞാനിപ്പോൾ എങ്ങനെ അറിയുന്നത്? അഴിച്ചു നോക്കാം, അല്ല നിങ്ങളെല്ലാം സാംസങ്ങിന്റെ സ്റ്റാഫ് തന്നെയല്ലേ? നിങ്ങൾ സാംസങ്ങിന്റെ സ്റ്റാഫ് ആണോ? ആയിക്കോട്ടെ. അപ്പൊ ബാക്കി അപ്പൊ ഈ പലരും എങ്ങനെയാ വരുന്നത്? ആയിക്കോട്ടെ. ഇപ്പൊ ഈ മേളത്തെ ഈ സ്ക്രൂ ഫുള്ള് കയറിയിട്ടുണ്ടോ? അത് നിങ്ങളിപ്പോൾ ടൈറ്റ് ചെയ്ത് വെച്ചും പോയതല്ല, അത് കയറി ഒന്ന് നോക്കിയേ. ഇതുപോലെ ഇതിനകത്ത് എന്നൊക്കെ ടൈറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പോൾ ആർക്കറിയാം? ഇതിപ്പോൾ നിങ്ങൾ ടൈറ്റ് ചെയ്തതല്ലേ? ഇല്ല, കാശില്ല, ഇത് വാറണ്ടി അല്ലേ? ഈ വാറണ്ടി നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുന്നില്ല. ഒന്നും കൊടുക്കാനില്ല, ഒറ്റ പൈസ കൊടുക്കണ്ട. 3 വർഷത്തേക്ക് വാറണ്ടി ഇതിനകത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിനാ. അപ്പൊ ഞാൻ കുറച്ചു മുമ്പ് വിളിച്ചപ്പോ പറഞ്ഞ അവരുടെ ആളായിരുന്നു അല്ല, ഇതുപോലെ പിന്നെ ആൾക്കാരോട് ശരിയാവത്തില്ലല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പൊ സമയമില്ല, ഞാൻ ബാക്കി നാളെ സാംസങ് കമ്പനീനെ വിളിച്ചോളാം. അത് കുഴപ്പമില്ല. അല്ല, സാംസങ് കമ്പനിയെ വിളിക്കണ്ട, 4 പേര് അറിയട്ടെ ഈ സാംസങ്ങിന്റെ ഗുണം ഇതൊക്കെ തന്നെയാണെന്നുള്ളത്. അല്ല, നമ്മൾ കാശ് മുടക്കി മേടിച്ച സാധനമല്ലേ, വെറുതെ കിട്ടിയൊന്നും അല്ലല്ലോ. ഒരു പുള്ളറില്ല, ഒരു ഒന്നുമില്ല. ബെയറിംഗ് അടിച്ച് കയറ്റി ആദ്യത്തെ പുതിയ ബെയറിംഗ് കളഞ്ഞ് അത് ഇന്നലെ ഉണ്ടാക്കാൻ വേണ്ടി വന്നിട്ട് ഇന്നലെ ഉണ്ടാക്കാൻ പോയത് എങ്ങനെയാ? അത് കുഴപ്പമില്ല, നമുക്ക് കാണിക്കാം. ഇന്നലെ പറഞ്ഞ ആൾക്ക് ബെയറിംഗ് എന്നാന്ന് അറിയത്തില്ല, അവർ അടിച്ച് കയറ്റാ പുറകെ കൂടെയാണോ മുമ്പിൽ കൂടെയാണോ ഊരുന്നതെന്ന് അറിയത്തില്ല. എന്നിട്ട് ഇവിടെ നിന്നുള്ള സ്പാനറൊക്കെ എടുത്ത് ഞാൻ കൊടുത്തേ. അതായത് സാംസങ്ങിന്റെ സർവീസ് നല്ല അടിപൊളി സർവീസാണ്, ഇപ്പം കണ്ടല്ലോ. അതായത് വേണമെങ്കിൽ നിങ്ങൾ അഴിച്ചു നോക്കിക്കോ എന്ന് പറയാനാണെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് അഴിച്ചു നോക്കാമായിരുന്നു. പക്ഷേ അതിലല്ല ഒരു കാര്യം. ഒരു സർവീസാണ്, സർവീസ് ചെയ്തൊരു ആൾക്കാരാണെങ്കിൽ അവർ കൃത്യമായിട്ട് പറയണം അതെല്ലാം ഇട്ടെന്ന് വളരെ കൃത്യമായിട്ട് എന്നോട് പറഞ്ഞ് മനസ്സിലാക്കി തരാം. അത് അവരുടെ ഒരു ഡ്യൂട്ടിയും കൂടെയാണ്. സർവീസിന് വരുന്ന ആൾക്കാർ ആ വീട്ടിലുള്ള ആൾക്കാരോട് ശരിക്കും ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നോക്ക് എന്നുള്ള രീതിയിലല്ല പറയേണ്ടത്. ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒന്ന് തിരിച്ച് നോക്കിയില്ലെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ഞാനൊന്ന് തിരിച്ചു നോക്കി, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കാര്യം എനിക്ക് അറിയില്ലായിരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താണ് നിങ്ങൾ തന്നെ ഒന്ന് പറയുക. കാരണം ഇവിടെ ഞാൻ പുറമേ നിന്ന് ഇത്രയും സ്ക്രൂ കണ്ടില്ല. നാളെ ഒരു സമയത്ത് അല്ലെങ്കിൽ ഒരു 10 ദിവസം കഴിയുമ്പോൾ ഇതിനൊരു കംപ്ലയിൻറ്റ് വന്നു, ഞാൻ ഇവരെ തന്നെ തിരിച്ചു വിളിക്കുകയാണ്. ഇവർ പറയും സ്ക്രൂ ഒന്നും ഇല്ലല്ലോ, നിങ്ങൾ പിന്നെ അഴിച്ചതല്ലേ, ഇതിന് ഇനി വാറണ്ടി എങ്ങനെ തരാനാ എന്നുള്ളൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ, കാരണം 3 വർഷം വാറണ്ടി ഉള്ളതാണ്, 2.5 വർഷം ആയിട്ടുള്ളൂ, ഇനിയും ഒരു 6 മാസം കൂടെ കിടക്കുകയാണ്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് ഒരു കംപ്ലയിൻറ്റ് വന്ന് ഞാൻ ഇവരെ തന്നെ വിളിക്കുകയാണ്. ഇവർ പറയും ഇത് നിങ്ങൾ എവിടെയോ കൊടുത്ത് അഴിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇത് അഴിച്ചതിൻ്റെയാണ്, ബാക്കി സ്ക്രൂ ഇല്ല, എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ എനിക്കൊന്നും പറയാനില്ല. പിന്നെ ഇതിൽ റെസ്പോൺസിബിലിറ്റിയുടെ ഒരു കാര്യം കൂടെ ഉണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഇവരോട് വിളിച്ച് ചോദിച്ചപ്പോൾ ഇതിനകത്ത് എവിടെയെങ്കിലും സ്ക്രൂ ഇടാൻ വിട്ടുപോയെന്ന് ചോദിച്ചപ്പോൾ അവരോട് പറഞ്ഞത് ഞാൻ അഴിച്ചു നോക്കാമെന്ന് ഇവിടെ വന്നപ്പോൾ പറഞ്ഞു. ഫോണിൽ കൂടെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെള്ളം ലീക്കാകും. ഇതിപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യമുണ്ട്. ഇവരകത്തുള്ള ഇട്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് അവരുടെ ഉത്തരവാദിത്വമാണ് ചെയ്യണമെന്നുള്ളത്. പുറത്തുള്ള 2 സ്ക്രൂവേ ഉള്ളൂ, കുഴപ്പമില്ല, നമുക്കറിയാം ഒരു ക്യാപ്പാണ്. പക്ഷേ ഈ ക്യാപ്പിനകത്തൂടെ വെള്ളം ഇറങ്ങാം, ഇതിനകത്തൂടെ വേറെ എന്തെങ്കിലും ജീവികൾ ഇറങ്ങിയാൽ എന്ത് ചെയ്യും? ഇതൊക്കെയാണ് എൻ്റെ ചോദ്യം. ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് അവരോട് ചോദിച്ചപ്പോൾ അവർക്ക് ഉത്തരവില്ല. എന്താണെന്ന് വെച്ചാൽ കാണിക്കുക എന്നുള്ള രീതിയിലാണ്. സാംസങ്ങിൻ്റെ സർവീസ് ഇത്രയും മോശമാണെന്ന് എനിക്ക് അത് ശരിക്കും നമ്മുടെ ഓരോ അനുഭവമാണ് നമ്മൾ ഈ പറയുന്നത്. ബാക്കിയുള്ള സ്ഥലത്ത് ഇവരെങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് കൂടി ഇടുക. കാരണം അവർ മനസ്സിലാക്കണം ഇത് അവരുടെ തലപ്പത്ത് ചെല്ലണം. അത് കഴിയുമ്പോഴത്തേക്ക് ഒരാൾ വിളിച്ചായിരുന്നു സർവീസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചുകൊണ്ട്. ഞാൻ അവരോട് കാര്യം പറഞ്ഞു, ഇന്നതാണ് പ്രശ്നം, അവരെന്നോട് അഴിച്ചു നോക്കിക്കൊള്ളാൻ പറഞ്ഞു, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വ്യക്തമായിട്ടില്ല, അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടില്ല, ഇങ്ങനെ ഒരു സ്ക്രൂ ഇട്ടിട്ടില്ല. എനിക്കിത് അറിയാൻ മേലാത്തൊരു വ്യക്തിയാണെങ്കിൽ എന്ത് ചെയ്യും? ഇതിനകത്ത് എന്തൊക്കെ അവർ ഇട്ടിട്ടുണ്ടെന്ന് ഇപ്പോൾ ആർക്കറിയാം? നമുക്കൊന്ന് അഴിച്ചു നോക്കാം. ഞാൻ ഷുവറായിട്ട് ഇതിൽ അഴിക്കുന്നുണ്ട്. ഏതായാലും പുറമേ നിന്ന് അഴിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്തൊക്കെ അവർ ചെയ്തിട്ടില്ലെന്നുള്ളത്. അതും കൂടെ ഞാൻ ഉറപ്പായിട്ടും നോക്കും. നോക്കിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉറപ്പായിട്ടൊരു വീഡിയോ ചെയ്യും. ഇതിപ്പോൾ ചെയ്യുന്ന വേറൊന്നും കൊണ്ടല്ല, നിങ്ങളിൽ ആർക്കെങ്കിലും ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഞാൻ അതുകൊണ്ട് എപ്പോഴും പറയുന്നൊരു കാര്യം, സർവീസ് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. സർവീസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരെ അറിയിക്കണം. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുന്ന ഒരു സാധനമാണിത്. ഈ കാശ് കൊടുത്ത് മേടിക്കുന്ന സാധനത്തിന് അവർ വാറണ്ടി കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടാൻ വേണ്ടി തന്നെയാണ്. എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിൽ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ എടുത്ത് പറയാം. സാംസങ്ങിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു ഫീഡ്ബാക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഡ്രമ്മിൻ്റെ ബാക്കി വരുന്ന കാസ്റ്റ് അയൺ ആണ്, അത് സ്ഥിരം പോകുന്നതാണ് അവർ പറഞ്ഞത്. സ്ഥിരം പോകും.
വാറണ്ടി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് അലുമിനിയം ആക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അലുമിനിയത്തിൻ്റെ വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും പോകത്തില്ല. നല്ല കാര്യം, അത് എനിക്ക് തന്നൊരു ഇൻഫർമേഷൻ നല്ലൊരു ഇൻഫർമേഷനാണ്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ട് സാംസങ് കമ്പനിക്കാർ ഇതൊരു അലുമിനിയം കൊടുത്തില്ല? അതോ ഇത് കംപ്ലൈൻറ്റ് ആകണമെന്നുള്ള രീതിയിൽ തന്നെയാണ് ഇതിന് കാസ്റ്റ് ടൈം കൊടുത്തിരിക്കുന്നത്? സംശയമാണ്, ഇതെൻ്റെ ഒരു സംശയമാണ്. ഇതിൽ ആർക്കെങ്കിലും ഒരു ക്ലാരിറ്റി പറയാൻ പറ്റുമെങ്കിൽ അതും കൂടെ എനിക്കൊന്ന് പറഞ്ഞു തരണം. കാരണം ഈ ഒരു ഭാഗത്ത് ഞാൻ അത്രയും ക്ലിയർ ആയിട്ടൊരു വ്യക്തിയല്ല, എനിക്കറിയത്തില്ല ഒരു കാര്യം. നിങ്ങളിൽ ആരെങ്കിലും അല്ലെങ്കിൽ ഇത് കാണുന്ന ഒരാൾ, ഒരു സാംസങ്ങിൻ്റെ വ്യക്തിയോ അല്ലെങ്കിൽ അതിൻ്റെ സർവീസ് സെൻ്ററിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ജസ്റ്റ് കമൻറ്റ് എനിക്ക് തരിക. കാരണം എന്തുകൊണ്ടാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന് കാസ്റ്റ് ടൈം തന്നെ കൊടുത്തിരിക്കുന്നത്? എന്തുകൊണ്ട് അലുമിനിയം കൊടുത്തില്ല? അലുമിനിയം കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. സാംസങ്ങിൻ്റെ ആൾ തന്നെയാണ് എന്നെ വിളിച്ച് പറഞ്ഞത്, നമുക്ക് അലുമിനിയം ചെയ്യാൻ പറ്റും, അലുമിനിയം വേണം ഇത് കഴിയുമ്പോഴത്തേക്ക്, അതായത് വാറണ്ടി കഴിയുമ്പോഴത്തേക്ക് അലുമിനിയം ചെയ്യാം. അതിന് ഏകദേശം ഈ റേറ്റ് തന്നെ വരും, 9,000 10,000 രൂപ എങ്ങാണ്ട് വരും. അത് നമുക്ക് ചെയ്തെടുക്കുന്ന ഏറ്റവും നല്ലതാണെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോഴും മനസ്സിലാകാത്ത, കമ്പനി എന്തുകൊണ്ട് നമുക്ക് ചെയ്തു തരുന്നില്ല? അതോ കമ്പനി നമ്മളെ പറ്റിക്കാൻ വേണ്ടിയാണോ? അതോ ഒരു 3 വർഷം കഴിയുമ്പോൾ ഇത് മാറണം എന്നുള്ള രീതിയിൽ തന്നെയാണോ നമുക്ക് തരുന്നത്? അറിയത്തില്ല. ഇതിൽ ഒരുപാട് സംശയങ്ങളാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും കൂടെ കമൻറ്റിൽ കൊടുക്കുക, ബാക്കിയുള്ളവരും കൂടി ഇത് മനസ്സിലാക്കട്ടെ, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അറിയാൻ മേലാത്തയാൾ പറ്റിക്കപ്പെട്ട് പോകരുത് എന്നുള്ളൊരു കാരണം കൂടെ ഞാൻ ഏറ്റവും മെയിനായിട്ട് പറയുന്നുണ്ട്. കാരണം ഇവർ വന്നു കഴിഞ്ഞിട്ട് വാറണ്ടി വേണോ വേണ്ടെന്നുള്ള രീതി, ഏതായാലും വാറണ്ടി ഉണ്ടെന്നുള്ളത് എനിക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് എനിക്കത് കിട്ടി. ഇല്ലായിരുന്നെങ്കിലോ ഒന്നും പറയാനില്ല. പക്ഷേ എനിക്ക് വാറണ്ടി അതൊന്നും ഒരു പ്രശ്നമല്ല, സർവീസ് പ്രോപ്പർ ആയിരിക്കണം. ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും സർവീസിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നാളെ ഒരു സമയത്ത് ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ തകിടെല്ലാം കൂടെ കിടന്ന് അനങ്ങി ഒച്ച ഉണ്ടാകാൻ തുടങ്ങും. ഒരു അറ്റ്ലീസ്റ്റ് ഒരു 2.5 വർഷം ആയിട്ടുള്ളൂ, നിങ്ങളെല്ലാം ഓർക്കുക. കുറച്ചുകൂടെ കഴിഞ്ഞാലോ സൗണ്ട് ബഹളം ഇതെല്ലാം തുടങ്ങിക്കഴിഞ്ഞ് ഈ വാഷിംഗ് മെഷീൻ അട്ടപ്പെടല പോവും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ ബെയറിങ്ങിൻ്റെ അടിച്ച് അവർ കയറ്റുന്ന കണ്ടപ്പോൾ തൊട്ട് എനിക്ക് ശരിക്കും ആ ബുദ്ധിമുട്ട് ശരിക്കും ഫീൽ ചെയ്തൊരു കാര്യമാണ്. പോകും, കംപ്ലയിൻറ്റ് വരും, ഇനി ഉറപ്പായിട്ട് ഇത് കംപ്ലയിൻറ്റ് വരും. കാരണം ഒരിക്കലും ഒരു മാനുഫാക്ചർ ചെയ്യുന്ന രീതിക്ക് അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല, വേണ്ട. പക്ഷേ അറ്റ്ലീസ്റ്റ് നല്ല ടൂൾസ് കൊണ്ട്, അതിൻ്റെ ഒറിജിനൽ ടൂൾസ് കൊണ്ട് അവർക്ക് പുള്ളി ചെയ്ത് ഇറക്കാം, അല്ലെങ്കിൽ അത് തിരിച്ച് കയറ്റാം ബെയറിങ്. ഓരോ കാര്യങ്ങളും ഡ്രമ്മൊക്കെ ചുമ്മാ വലിച്ച് പറിച്ച് കിട്ടുന്ന നിങ്ങൾക്ക് തന്നെ ആ വീഡിയോയ്ക്കകത്ത് കാണാം. അത് ഊരിയെടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സമയം കളയാതിരിക്കാൻ വേണ്ടി വലിച്ച് സൈഡിലോട്ടങ്ങ് ഇട്ടേക്കുക. നാളെ ഇത് കംപ്ലയിൻ്റ് ആയാൽ ആര് സമാധാനം പറയും? ഇല്ല, കംപ്ലയിൻറ്റ് വരത്തില്ല. ഒരു 6 മാസം കഴിയുന്നവരെ ഒന്നും വരത്തില്ല. അത് കഴിയുമ്പോൾ വന്നു കഴിഞ്ഞാൽ ആര് ബെയർ ചെയ്യണം? നമ്മൾ ബെയർ ചെയ്യണം. ആസ് എ കസ്റ്റമർ നമ്മൾ ബെയർ ചെയ്യണം. അവരോട് ചോദിക്കണം, സർവീസ് സെൻറ്ററിൽ നിന്ന് വരുന്ന ആൾക്കാരോട് ചോദിക്കണം, ഇത് ഇങ്ങനെയാണോ ചെയ്യുന്നത്? നിങ്ങളൊരു വീഡിയോ എടുത്ത് വെക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും ഫോൺ ഉണ്ടല്ലോ, ഒരു ഫോൺ. നമ്മളിപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒക്കെ ഒരു ഫോണുണ്ട്. ഈ ഫോണിലൊരു വീഡിയോ എടുത്ത് വെക്കുക. എടുത്ത് വെച്ചിട്ട് നാളെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് അവരെ കാണിച്ചു കൊടുക്കുക, ഇത് കണ്ടില്ലേ, നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്തത്, ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ചോദിക്കാം, നമുക്ക് റൈറ്റ്സ് ഉണ്ട് ചോദിക്കാൻ, നിങ്ങൾ ചോദിക്കണം. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇത് മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. വേറൊന്നും കൊണ്ടല്ല, ഈ ഒരു പണി ആർക്കും കിട്ടാൻ പാടില്ല, അതുകൊണ്ട് മാത്രം.